Hello. Yes. Back After tea. after tea, And after asr dua. Inshallah. മനസ്സൊന്നാകെ ശുദ്ധിയായി യാ മനസ്സിലൊരു സന്തോഷം. അസർ നിസ്കരിച്ചു. ഇനിയിപ്പോൾ മരുന്ന് നിസ്കരിക്കണം. അല്ല അശുദ്ധിയാക്കിയിട്ട് പിന്നെ ശുദ്ധീകരിക്കും. അങ്ങനല്ല, മനസ്സൊന്നാകെ വിശാലായി പോയി. വക്ത് നിസ്കരിച്ചപ്പോൾ പഠിച്ചവനോടുള്ള കടമായിട്ട് വീട്ടിയല്ലോ. അതെങ്ങനെയാ നമ്മൾ ടാസ്കുകൾ, ഓരോ ടാസ്കുകൾ നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. നിസ്കാരം ടാസ്ക് എന്നല്ല, നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ വീട്ടണം. അത് വീട്ടിൽ കഴിയുമ്പോൾ അതേപോലെയാണല്ലോ ടാസ്ക്. നമുക്കൊരു ഉത്തരവാദിത്തമാണ് ചെയ്യാണല്ലോ. എവിടെ പോയി ഹലോ ഗൈസ്, എങ്ങനെ നമ്മള് തുടക്കം വണക്കം ഈ ട്രെയിനർ വെറുതെ നേരത്തെ ഇറങ്ങിയത്. പിന്നെ മാസാവസാനായി. കാശില്ല. അതെ അതെ, ഫുഡ് കഴിക്കാൻ പോലും കാശില്ല. പട്ടിണിയാണ്. ആരെങ്കിലും കാശുണ്ടെങ്കിൽ അടിയിലെ ജീപ്പിന് നമ്പർ കൊടുക്കുക, അടിയില് ഗൂഗിൾ പേ ചെയ്തില്ലാന്ന് പറയാം. മണ്ഡല ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെ അതെ, കോണ്ടാക്ട് പവാസ്. അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് പറയാം. കമന്റ് ബോക്സിൽ കമന്റ് പറ. കമന്റ് ബോക്സിൽ കമന്റ്. ഞങ്ങള് വരണല്ലോ കേട്ടോ. ഞങ്ങൾ ആരെങ്കിലും റൂമിലേക്ക് ആക്കി തരാം. ഇവിടെ ഊബർ ഒന്നും കിട്ടുന്നില്ല. ഒരു ഊബറുകാരൻ ഫ്രീ ആയിട്ട് വന്നാലും മതി. അതെ അതെ, ആരായാലും വന്നാലും മതി. ഇപ്പൊ വീട് വരെ പോണം. ഇപ്പൊ ഞങ്ങൾ നടക്കുകയാണ്. ഏതായാലും ജിം വരെ. ഇവിടെ ഫുഡില്ല. എടാ ഇവിടെ ഫുഡ് ഉണ്ട്. നമുക്ക് ന്യൂ വേവി കയറിയാൽ മതിയോ? പണ്ടത്തെ കാലെടുത്താലോ ലിഫ്റ്റ് വെച്ച് പോവാ. എത്തുവരടാ, എല്ലാവർക്കും ഒരു വിശ്വാസക്കുറവാ. ഇപ്പൊ സന്നെ പോലെ സുന്ദരനെ കണ്ടിട്ട് വിശ്വാസക്കുറവാ. സുന്ദരൻ എന്നല്ല, ഇപ്പൊ ലുക്കിലല്ല കാര്യം. പിന്നെന്തിലാ കാര്യം? മാർക്ക് അങ്ങനെയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നല്ല കാണാൻ മായനാണെന്നുണ്ടെങ്കിൽ ആളുടെ ഉള്ളിലിരിപ്പ് ശരിയില്ലെങ്കിൽ. അതെ അതെ അതെ. ഷിഫാസ് ഇവിടെ ഉണ്ടല്ലോ, ഗീ റൈസ് വിത്ത് ചിക്കൻ, പൊറോട്ട, ദോശ, കഞ്ഞി, കപ്പ. പിന്നെ കാണാം. നമ്മള് നടന്ന് ഇപ്പോ ഇതേതര സ്ഥലം പുതിയ റോഡിന്റെ ആ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നടന്ന് നമ്മളിപ്പോ വെസ്റ്റ് സൈഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. കേൾക്കുന്നില്ല. വെസ്റ്റ് സൈഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മള് കട അടയ്ക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് വന്നാണ്. ഇവിടെ എത്തിയപ്പോ കടയെല്ലാം അടച്ചു. എന്തൊരു വെളിച്ചല്ലേ. പിന്നെ ഇതിന്റെ ഫ്രണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാറ്റുള്ള, അത്രയ്ക്ക് ഏസിയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നവരെ കാറ്റുള്ള. കാറ്റ് കൊള്ളെങ്കിൽ ഇവിടെ വന്നാൽ മതി. കുറച്ച് നേരം ഇവിടെ ജാപ്പുള്ളിലേക്ക് നിൽക്കാൻ വേണ്ടിയില്ലേ, ജാപ്പുള്ളി നിൽക്കാൻ വേണ്ടിയില്ല. അതവിടെ ആള് വർത്താനം പറയാം. അത് പുള്ളിയല്ലേ, പുള്ളിക്കാരിക്കാ. അങ്ങനെയാണ്. എന്നാൽ അങ്ങോട്ട് എടുക്കണ്ട, അടി കിട്ടും. നമുക്കാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളിന്ന് കൊച്ചിയിൽ വന്നിട്ട് നമ്മ കാലങ്ങൾ കുറേ ആയി. അതെ അതെ, കൊച്ചി. നമുക്ക് കൊച്ചിയെ പറ്റി അറിയില്ല. അതെ, ഇനി ആർക്കെങ്കിലും കൊച്ചിയെ പറ്റി അറിയാവുന്ന നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക. നമ്മളവിടെയൊക്കെ പോയി നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്തിരുന്നതാണ്. അപ്പോൾ എന്താ പറയാനുള്ളത്, അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായി കിടന്ന് ഉറങ്ങുക. അതെ, രാത്രിയായി. ഒരുപാട് നേരം ഒന്നും ഫോണിൽ കുത്തി ഇരിക്കണ്ട. അന്ന് ഹെൽത്തൊക്കെ പോവും. തള്ളയല്ല, കാര്യമായിട്ട് തള്ളാന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ കാര്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഹെൽത്ത് ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പോൾ ഹെൽത്ത് ഈസ് ദ വെൽത്ത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ജിമ്മിൽ പോവുക, ഹെൽത്ത് ഉണ്ടാക്കുക, ഫുഡ് അടിക്കുക, വീണ്ടും ഹെൽത്ത് ഉണ്ടാക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ആഹാരമാണ് ഏറ്റവും നല്ല മരുന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അത്രേ ഉള്ളൂ. അതിന്റെ സൗണ്ട് ഉണ്ടാക്കുന്ന രാത്രിയിലെ ശബ്ദങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഓരോരോ വീട്ടിൽ കാണുന്ന കാഴ്ചകളും അത് പാടില്ല. അത് മോശമല്ലേ? അല്ല ഞാൻ അല്ല അങ്ങനല്ലേ, നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചിലപ്പോ പൂച്ച കരയും, പിന്നെ കുറയ്ക്കും, തവള കുറയ്ക്കുക, പട്ടി തവള കോക്കറുണ്ടാക്കും. പിന്നെ മറ്റേണ്ടല്ലോ ഈ ചീവീടുണ്ടല്ലോ. വെറുപ്പിക്കണ സാധനം. എന്റെ നാട്ടിലൊക്കെ എവിടെ പോലെ ചീവീടാ. അവരത് എൻജോയ് ചെയ്യാ.
എൻജോയ് ചെയ്യാം. നമുക്കൊരു പ്രശ്നമല്ല. ജീവിയുടെ ഒച്ച ഉണ്ടാക്കിയ രാത്രി ആയില്ല, സൂര്യനല്ല നോക്കാം. അത് ഇവന്റെ നാട്ടിലൊക്കെ അതല്ലേ, അതെ വയനാടാണല്ലോ. അതെ, വയനാടായിട്ട് എനിക്ക് ഈ പച്ചപ്പും ഈ ഹരിതാപവും ഇതൊക്കെ കാണുമ്പോഴേ സ്വന്തം നാട് ഓർമ്മ വരും. അതെ, കാട്ടുവാസി. ട്രേഡ് പ്രൊമോഷൻ കൊടുത്താലോ? പണയത്തിന് സ്വർണം അവിടെ വന്ന് എടുക്കുന്നു, കോണ്ടാക്ട് ദിസ് നമ്പർ. എടാ ഈ ഇതല്ല.